തിങ്സ് ടു ഡു ഇൻ ചാവക്കാട്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബീച്ചിലിറങ്ങാൻ പറ്റും. പിന്നെ അവിടുത്തെ തൂക്കുപാലം ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അത് എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് വിളിച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. DSLRൽ നല്ല ഫോട്ടോസ് കിട്ടി. ഒരു ഫോട്ടോസിന് 30 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറയും തോന്നുന്നു. പക്ഷേ ഇല്ല, ഒരു ഫോട്ടോയ്ക്ക് 30 രൂപ തന്നെയാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാക്സിമം ഒരു 100 റുപ്പീസിന് കുറേ ഫോട്ടോസ് കിട്ടുമെന്ന് നോക്കുക DSLRൽ. അവർ നന്നായി പ്രൊഫഷണൽ ഫോട്ടോസ് എടുത്തു തന്നു. പിന്നെ ബഗി റൈഡ് ഉണ്ടായിരുന്നു. ബഗി റൈഡ് ഒരാൾക്ക് 100-150 രൂപ റേഞ്ചിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ഈവനിങ്ങിൽ പോയി അടിച്ചുപോയി. ഈവനിങ് ടൈമിലാണ് ബീച്ച് കാണാൻ ഏറ്റവും അടിപൊളി, അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്താ പറയുക, ബീച്ചിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ബീച്ചിൽ നിന്ന് ഈവനിങ്ങിൽ ഇങ്ങോട്ട് പോരാൻ തന്നെ തോന്നില്ല, അത്ര അടിപൊളി ബീച്ചാണ്. തൊട്ടടുത്ത് കുറേ ബീച്ചുകളുണ്ടെങ്കിലും ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു, അതും വർക്കിംഗ് ആയിരുന്നില്ല. അതിനും ടൈമിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതും എന്താ പറയുക, അവരെ വിളിച്ച് നോക്കിയിട്ടാണ് ആ സ്പീഡ് ബോട്ടിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സ്പീഡ് ബോട്ടും ഒരു നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചാൽ മാത്രമാണ് എങ്ങനെ വർക്ക് ചെയ്യില്ല എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ കുട്ടികൾക്ക് പട്ടം പറത്തി കളിക്കാനുള്ള പട്ടങ്ങളും അവിടെ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു വൈബാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ചാവക്കാട് ബീച്ച്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. എസ്പെഷ്യലി ചേലക്കര, വടക്കാഞ്ചേരി ഭാഗത്തുള്ളവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് ചാവക്കാട് ബീച്ച്. പിന്നെ നിങ്ങളൊരു ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ ചാവക്കാടിന് അടുത്ത് തന്നെയാണ് പാലയൂർ. അപ്പോൾ ചാവക്കാട് ബീച്ചിലൊക്കെ പോയതിന് ശേഷം ആ ഒരു ഈവനിങ്ങിൽ പോയി പാലയൂർ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്, ഒരു വീക്കെൻഡിലൊക്കെ കിട്ടുന്ന ഒരു വൈബ് വേറെ തന്നെയാണ്. സോ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനും ആനക്കോട്ടയും എല്ലാവരും അടുത്തുണ്ട്. സോ എല്ലാവരെയും പോയി കണ്ട് ഒരു വീക്കെൻഡ് അടിച്ച് പൊളിക്കാനുള്ള സംഭവങ്ങളും ചാവക്കാടുണ്ട്. സോ ഗുരുവായൂർ ആനക്കോട്ടയും എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ്. അന്ന് പോകാൻ നേരം കിട്ടിയില്ല, പക്ഷേ എല്ലാവരും പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് തന്നെ പോയി എല്ലാം കണ്ട്. പിന്നെ ചാവക്കാടിൻ്റെ അടുത്ത് തന്നെ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കയാക്കിംഗ് ക്ലബ്ബും ഉണ്ട്. അപ്പോൾ അത് വളരെ അടുത്താണ്. സോ അതും മിസ്സാക്കാതെ ഒരു 1 ഡേ ട്രിപ്പിൽ അതും ഇൻക്ലൂഡ് ചെയ്ത് കാണാൻ പറ്റുമോ നോക്കുക. കുറച്ച് നേരത്തെ തന്നെ പോവുക. ആദ്യം 4 മണിക്കാറ്റ് പോയി പിന്നെ നൈറ്റ് ചാവക്കാട് വന്നാലും സൂപ്പറായിരിക്കും. 4 മണിക്കാറ്റിലൊരു 4 മണിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു.